വെൽക്കം ബാക്ക് ടു എൻചാൻഡൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പോൾ ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിൽ വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. 3, ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. നാലാമത്തെ ഓപ്ഷൻ, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പോൾ ഈ ചോദ്യത്തില് 4 ഓപ്ഷൻസും ശരിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഏത് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്? ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഇനി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയതും ഹരിത വിപ്ലവത്തെ തുടർന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഹരിത വിപ്ലവം ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോവാം. ഒന്നാമത്തെ പോയിന്റ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യ സാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പൊ ഹരിത വിപ്ലവം എന്ന പദ്ധതി എന്തിനാണ് എന്ത് ലക്ഷ്യം കൈവരിച്ചു? ഭക്ഷ്യ സാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഒരു പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പൊ അതെങ്ങനെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചത്. അപ്പൊ അതാണ് ഹരിത വിപ്ലവം ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ഹരിത വിപ്ലവം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അറിയേണ്ട മറ്റൊരു ഫാക്ട് ആണ്, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടർ പ്രവർത്തിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പൊ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടർ പ്രവർത്തിച്ചത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇനി അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ ആണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് 1970-ലാണെന്നും ഓർത്തുവയ്ക്കുക. അപ്പോൾ ഹരിത വിപ്ലവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണ്? ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യഘട്ടം നേട്ടം കൊണ്ടത് പ്രധാനമായും ഗോതമ്പ് ഉൽപാദനത്തിലായതിനാലാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കാരണം എന്താണ്? ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യ നേട്ടം കൈവരിച്ചത് ഏത് ധാന്യത്തിന്റെ ഉൽപാദനത്തിലാണ്? ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത, ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിപ്പിച്ചു. അപ്പം കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ പൂർത്തിവെപ്പും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭക്ഷ്യധാന്യ പൂർത്തിവെപ്പ് കുറയ്ക്കുകയും ഇന്ത്യയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇന്ത്യ കൈവരിക്കുകയും ചെയ്ത് ഹരിത വിപ്ലവത്തെ തുടർന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ഹരിത വിപ്ലവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയത് ഹരിത വിപ്ലവത്തെ തുടർന്നാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവം ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയേക്കാം. മുന്നേയുള്ള ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏത്? പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് ചോദ്യം. 1, GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. 2, സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. 3, വീക്ഷണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. 4, രീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. അപ്പൊ ഈ ചോദ്യത്തിന് എയും ഡിയും ആണ് ശരിയായ പ്രസ്താവന. എന്തൊക്കെയാണ്? GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. അതുപോലെ തന്നെ നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ് എന്നുള്ളതും രണ്ടും ശരി ഉത്തരമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സാമ്പത്തിക വളർച്ചയെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് സാമ്പത്തിക വളർച്ച? അതിനു മുമ്പ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. പഞ്ചവത്സരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, അതുപോലെ സമത്വം. ഇനി സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം.
ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം രാജ്യത്തിന്റെ എന്തിനുള്ള എന്ത് ശേഷിയുടെ വർധനമാണ്? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അതായത് ചരക്കുകളും സേവനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ശേഷി വർധനം ഉണ്ടായാൽ അതിനെയാണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ രാജ്യത്തിന്റെ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് സൂചിപ്പിക്കുന്നത്. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ GDP സ്ഥിരതയുള്ള വളർച്ചയാണ് സാമ്പത്തിക വളർച്ചയുടെ നല്ല സൂചന. ഇപ്പൊ ഒരു രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലുള്ള GDPയുടെ സ്ഥിരത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുക. GDP എന്നതിന് ഗ്രോസ് ഡെവലപ്മെന്റ് പ്രോഡക്റ്റ്. അപ്പൊ അതിന്റെ സ്ഥിരത എത്രത്തോളം ഉണ്ട് അതനുസരിച്ചാണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് വളർച്ച സ്ഥിരത ഉണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ച നന്നായി ആ രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം. എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ സ്ഥിരതയാണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. ഈ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് അവിടെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിൽ നിന്നാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം ലഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിച്ചതും ജോലി സ്ഥലങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്നതും ആണ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നു. എന്തിനാണ് പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നത്? ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിച്ചത്. അതുപോലെ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്നതും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അപ്പൊ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ എന്തിന് പ്രാധാന്യം കൊടുത്തു? ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ സ്വാശ്രയത്വ സമീപനത്തിന് പ്രാധാന്യം കൊടുത്തത് ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളാണ്. ആ സ്വാശ്രയത്വ സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് സ്വാശ്രയത്വ സമീപനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു രാജ്യം അതിന്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണം മെച്ചപ്പെടുത്തുന്നതാണ് സ്വാശ്രയത്വം. അപ്പൊ സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം അതിന്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്തുന്നതാണ് സ്വാശ്രയത്വം എന്ന് മനസ്സിലാക്കുക. അപ്പൊ രാജ്യം അതിന്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്തുന്നതാണ് സ്വാശ്രയത്വം എന്ന് മനസ്സിലാക്കുക. അടുത്ത, തദ്ദേശ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ഇത്. തദ്ദേശ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ. തദ്ദേശ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ഇത്. ഇതിന് ഇറക്കുമതി ബദൽ എന്നും അറിയപ്പെടുന്നു. ഇനി കാർഷിക പദ്ധതി, ഹരോൾഡ് ഡോമർ പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ കാർഷിക പദ്ധതി, ഹരോൾഡ് ഡോമർ മോഡൽ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് 1951-56 കാലഘട്ടത്തിലായിരുന്നു. ഇനി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് സ്വാഭാവിക രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് 1956-61 കാലഘട്ടത്തിലാണ്. ഇനി സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലയെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിന് അനുസൃതമായി പുതിയ വ്യാവസായിക നയം അംഗീകരിച്ചത് 1956-ലാണ്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നു. ആ സമയത്താണ് പുതിയ വ്യാവസായിക നയം അംഗീകരിക്കപ്പെട്ടത്. അത് സമ്പദ്ഘടനയുടെ അടിസ്ഥാന മേഖലയെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായാണ് വ്യാവസായിക നയം അംഗീകരിക്കപ്പെട്ടത്. ഇനി 1955 കാർവേ കമ്മിറ്റി അഥവാ ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയെ പറ്റി പറയുന്നു. അപ്പൊ കാർവേ കമ്മിറ്റി 1955 വന്നു. അത് ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി അതാണ്. അതിനെ ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയെ പറ്റിയാണ് ആ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് എത്ര സാധ്യതയുണ്ട് എന്നാണ് ഏത് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്? കാർവേ കമ്മിറ്റി. 1955 കാർവേ കമ്മിറ്റിയിൽ സൂചിപ്പിക്കുന്നത്. ആ കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി എന്നും അറിയപ്പെടും.
അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ്? വ്യായാമക്കുറവും അതുപോലെ അമിത ഭക്ഷണവുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോ ലോക ആരോഗ്യ ദിനം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 7 ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കാൻ പ്രധാന കാരണം ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7-നാണ് നിലവിൽ വന്നത്. അപ്പൊ 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നു. അതിന്റെ ആസ്ഥാനം ജനീവയാണ്. അപ്പൊ ലോക ആരോഗ്യ ദിനം എന്ന് പറഞ്ഞ ഏപ്രിൽ 7 ആണെന്നും ഓർത്തു വെക്കുക. നിലവിലെ ഡയറക്ടർ, ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ടെഫ്രോഡ് അദാനോം ഗബ്രിയേസസ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ടെഫ്രോസ് അദാനോം ഗബ്രിയേസ് ആണ് എന്താണ് ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ നിലവിലെ ഡയറക്ടർ ജനറൽ. അതാണ് ടെഡ്രോസ് അദാനോം ഗബ്രിയേസ്. ടെഡ്രോസ് അദാനോം ഗബ്രിയേസ് ആണ് നിലവിലെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ഇനി മനുഷ്യരിൽ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് സാൽമോനെല്ല ടൈഫി. അപ്പൊ ടൈഫോയിഡിന് കാരണം, മനുഷ്യനിൽ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് എന്താണ്? സാൽമോനെല്ല ടൈഫി ആണ്. സാൽമോനെല്ല ടൈഫി ആണ് മനുഷ്യരിൽ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ. ഇനി മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഇവ ചെറുകുടലിലും പിന്നീട് രക്തത്തിലേക്കും മറ്റവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു. അപ്പൊ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? സാൽമോനെല്ല ടൈഫി. ഇത് ജലത്തിലൂടെയും, മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ചെറുകുടലിലും പിന്നെ രക്തത്തിലും എത്തി മറ്റവയവങ്ങളിലേക്കും എത്തുന്നത്. ഇനി ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റിന് പേരാണ് വൈഡൽ ടെസ്റ്റ്. അപ്പൊ ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് എന്താണ്? വൈഡൽ ടെസ്റ്റ് ആണെന്ന് ഓർത്തു വെക്കാം. അതുപോലെ 2024 ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ്, അത് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്ന് അറിയപ്പെടുന്നത്. ഇനി മനുഷ്യനിൽ ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അപ്പൊ മനുഷ്യനിൽ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളാണെന്ന് ഓർത്തു വയ്ക്കുക. ആ ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയകളാണ് മനുഷ്യൻ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന മറ്റു ബാക്ടീരിയ രോഗങ്ങളാണ് അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ, ക്ഷയം, കുഷ്ഠം, കോളറ, ടെറ്റനസ്, സിഫിലിസ്, ഗൊണറിയ, ക്ലാമിഡിയാസിസ് തുടങ്ങിയവ. ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി സിഫിലിസ് പകർത്തുന്ന രോഗകാരിയാണ് ട്രിപ്പോണിമ പാലിഡം. സിഫിലിസ് എന്ന് പറയുന്ന അസുഖം പരത്തുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. അത് പകർത്തുന്ന രോഗകാരി ഏതാണ്? ട്രിപ്പോണിമ പാലിഡം. അപ്പൊ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് സിഫിലിസ് എന്ന് പറയുന്ന രോഗത്തെ പരത്തുന്നത്. ഇനി നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ നൽകുന്നത് നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ കൂടെയാണ് അത് വർദ്ധിക്കുന്നത്. അതുപോലെ മുലപ്പാലിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മഞ്ഞ നിറമുള്ള ദ്രാവകത്തിൽ കൊളസ്ട്രം, ഇമ്മ്യൂണോഗ്ലോബിൻ എ ആന്റിബോഡികളാൽ സമൃദ്ധമാണ്. അപ്പൊ കൊളസ്ട്രം ആണ് ആ മഞ്ഞ ദ്രാവകം, അതിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എ ആന്റിബോഡികളാൽ സമൃദ്ധമാണ് ആ ദ്രാവകം. അപ്പൊ എന്തൊക്കെ മനസ്സിലാക്കി? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വ്യായാമക്കുറവും അമിത ഭക്ഷണവുമാണ്. അതുപോലെ ലോകാരോഗ്യ ദിനം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 7 ആണ്. 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞത് ജനീവയാണ്. അതുപോലെ നിലവിൽ ഡയറക്ടർ ജനറൽ, ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ നിലവിൽ ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആണെന്ന് മനസ്സിലാക്കുക. ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. ഇനി മനുഷ്യനിൽ പലതരം ബാക്ടീരിയ രോഗങ്ങളുണ്ട്. അതിൽ ടൈഫോയിഡ് എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ്. അത് പരത്തുന്ന ബാക്ടീരിയയാണ് സാൽമോനെല്ല ടൈഫി. സാൽമോനെല്ല ടൈഫി എന്നാണ് ബാക്ടീരിയയുടെ പേര്. അതുപോലെ ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റിന് പറയുന്നതാണ് ടെസ്റ്റ്. അതുപോലെ മനുഷ്യരിൽ ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും. സിഫിലിസ് പകർത്തുന്ന രോഗകാരിയാണ് ട്രിപ്പോണിമ പാലിഡം. സിഫിലിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണെന്ന് ഓർത്തു വയ്ക്കും. അപ്പം അതുപോലെ തന്നെ മുലപ്പാലിൽ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം കൊളസ്ട്രം എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ്? മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. ഇതാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിൽ എന്തുകൊണ്ട്? പെരികാർഡിയൽ ദ്രവം കാണപ്പെടുന്നു. ഈ പെരികാർഡിയൽ ദ്രവത്തിന്റെ ധർമ്മം എന്താണ്? ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ പെരികാർഡിയൽ ദ്രവം
ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുപോലെ ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണത്തെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇനി മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരവയവം ഏതാണെന്ന് വെച്ചാൽ ഹൃദയമാണ്. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരവയവം ഏതാണ്? ഹൃദയമാണ്. ഇനി ലോക ഹൃദയ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29 അതുപോലെ തന്നെ ലോക ഹൃദയ ദിനത്തിന്റെ തീം 2024 ലോക ഹൃദയ ദിനത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. എന്താണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ് ലോക ഹൃദയ ദിനത്തിന്റെ 2024 തീം എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യ ഹൃദയത്തെ കുറിച്ച് മനസ്സിലാക്കണം. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കണ്ട് ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. അതിൽ പെരികാർഡിൽ ദ്രവം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മനുഷ്യ ഹൃദയത്തിൽ പ്രധാന 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിലുള്ളത്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഇനി ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുതരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലുള്ള SA നോഡിന്റെ ഭാഗമാണ്. ഇതിനെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഹൃദയത്തിലെ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തെ പേസ് മേക്കർ ആണ് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ ഇരിക്കുന്ന SA നോഡ്. അപ്പൊ ഈ SA നോഡിന്റെ ഉദാഹരണം എന്താണ്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുതരങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡിന്റെ ഭാഗമായ സ്പേസ് മേക്കറിന്റെ ധർമ്മം. ഇനി ആരോഗ്യമായ ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ, അതായത് സിസ്റ്റോളിക് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സിസ്റ്റോളിക് പ്രഷർ. അത് 120 mm മെർക്കുറിയാണ്. HG എന്നാണ് മെർക്കുറി. 120 mm HG-യും ഈ ഡയസ്റ്റോളിക് പ്രഷർ എന്ന ഹൃദയം പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുന്നതിനാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അത് 80 mm HG-യുമാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ആരോഗ്യമായ ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ 120 mm HG-യും ഡയസ്റ്റോളിക് പ്രഷർ 80 mm HG ആണെന്നും അറിഞ്ഞു വയ്ക്കുക. ഇനി മനുഷ്യന്റെ രക്തപര്യനം എന്ന് പറഞ്ഞാൽ ദ്വിപര്യനമാണ്. മനുഷ്യന്റെ രക്തപര്യനം എന്താണെന്ന് അറിയപ്പെടുന്നത് ദ്വിപര്യനമാണെന്ന് മനസ്സിലാക്കുക. ദ്വിപര്യനം എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് പര്യനം ഉണ്ട്, അതുപോലെ പൾമനറി പര്യനം ഉണ്ട്. അപ്പൊ എന്താണ് സിസ്റ്റമിക് പര്യനം എന്ന് പറഞ്ഞാൽ ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. അതുപോലെ പൾമനറി പര്യനം എന്ന് പറഞ്ഞാൽ വലത്തെ വെൻട്രിക്കിൾ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കും. അപ്പൊ ഇത്രയുമാണ് ഹൃദയത്തെ കുറിച്ചുള്ള കുറച്ച് വസ്തുതകൾ. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ടസ്ഥലം നമ്മൾ മനസ്സിലാക്കിയത്? മനുഷ്യ ഹൃദയം പൊതിഞ്ഞു കാണുന്ന ഇരട്ടസ്ഥലമാണ് പെരികാർഡിയം മനസ്സിലാക്കി. അതുപോലെ പെരികാർഡിൽ ദ്രവം കാണപ്പെടുന്നു മനസ്സിലാക്കി. ഇനി പെരികാർഡിൽ ദ്രവത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയസ്പന്ദനം മൂലം ഉണ്ടാകുന്ന സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഹർഷണത്തെ കുറയ്ക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യരിൽ ഏറ്റവും ആദ്യം വളരുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. അപ്പൊ മനുഷ്യ ഹൃദയത്തിന് പ്രധാന 4 അറകളാണുള്ളത്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഈ ഹൃദയ അറകൾ സങ്കോചിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് വലത് ഏട്രിയത്തിൽ കാണപ്പെടുന്നതാണ്. വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡിന്റെ ഭാഗമാണ്. ഇതിന് എന്തെന്ന് അറിയപ്പെടുന്നു? പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നു. ഇനി ആരോഗ്യമായ ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 mm HG-യും അതുപോലെ ഡയസ്റ്റോളിക് പ്രഷർ 80 mm HG-യുമാണെന്ന് ഓർത്തു. ഇനി മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് ദ്വിപര്യനമാണ്. അതായത് സിസ്റ്റമിക് പര്യനമുണ്ട്, പൾമനറി പര്യനമുണ്ട്. സിസ്റ്റമിക് പര്യനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് സിസ്റ്റമിക് പര്യനം സിസ്റ്റമിക് പര്യനം ആരംഭിക്കുന്ന എവിടെയാണ്? ഇടത് വെൻട്രിക്കിൾ. സിസ്റ്റമിക് പര്യനം ആരംഭിക്കുന്ന എവിടെയാണ്? ഇടത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് അത് വലത് ഏട്രിയത്തിലേക്ക് അവസാനിക്കുന്നു. അതുപോലെ പൾമനറി പര്യനം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത് ഏട്രിയത്തിലും അവസാനിക്കും. സിസ്റ്റമിക് പര്യനം എങ്ങനെയാണ്? ഇടത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. പൾമനറി പര്യനം എന്ന് പറഞ്ഞാൽ വലത് വെൻട്രിക്കിളാണ് ആരംഭിക്കുന്നത്, ഇടത് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് PSC ബുള്ളറ്റിൽ വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് മനസ്സിലാക്കിയത്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളോട് ഡീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വളരെ കുറെ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരീക്ഷയ്ക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ക്ലാസ് കാണുക, കമന്റ്സ് അറിയിക്കുക. എത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ്സിലൂടെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിനെ കാത്തിരിക്കുക.